പെരിയാറിന് കുറുകെയുള്ള ഒരു പാലമാണിത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ ചേലച്ചുവട് എന്ന സ്ഥലത്താണ്. ചേലച്ചുവട്ടിൽ നിന്നും മുരിക്കാശ്ശേരിക്ക് പോകുന്ന റൂട്ടിലാണ് ഈ പാലമുള്ളത്. ഈ പാലത്തിൽ നിന്നും പെരിയാറ്റിലേക്ക്, അതായത് പാലത്തിന് അടിഭാഗത്തേക്ക് ഇറങ്ങിച്ചെല്ലാനായി ചെറിയ ഒരു നടപ്പ് വഴി കാണുന്നുണ്ട്. ആളുകൾ പെരിയാറ്റിലേക്ക് ഇതിൽ ഇറങ്ങിപ്പോകാറുള്ളതാണ്. നമ്മൾ ഇതിൽ ഇറങ്ങിപ്പോകുന്നത് ഒരു കാഴ്ച കാണുന്നതിന് വേണ്ടിയാണ്. ഒരു പക്ഷേ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കാം. ഞാൻ മറ്റൊരു ആവശ്യത്തിന് ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയതാണ്. നിലവിൽ ഈ പാലത്തിൻ്റെ അടിയിലൂടെ ഒരുപാട് വെള്ളമൊന്നും ഒഴുകുന്നില്ല. എന്നാൽ മഴക്കാലത്ത് നല്ല അളവിൽ തന്നെ വെള്ളമൊഴുകുന്ന പെരിയാറാണിത്. ഇപ്പോൾ കലക്ക വെള്ളമാണ് ഒഴുകി വരുന്നത്. കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു. അതായിരിക്കാം ഒരുപക്ഷെ വെള്ളം ഇങ്ങനെ കലങ്ങി വരുന്നത്. അല്ലെങ്കിൽ ഹൈറേഞ്ച് ഭാഗത്ത് പെരിയാറ്റിൽ എപ്പോഴും നല്ല തെളിനീരായിരിക്കും. ഇനി നമുക്ക് ഒരു പക്ഷേ നമ്മെ ചിന്തിപ്പിക്കുന്ന ആ കാഴ്ചയിലേക്ക് വരാം. ഈ ഒരു പാറ കണ്ടില്ലേ? തൊട്ടു ചേർന്ന് തന്നെ പാലത്തിൻ്റെ പില്ലറും. ഈ പില്ലറിൽ, അതായത് പാലത്തിൻ്റെ ഈ തൂണിൽ ചാരി നിർത്തിയിരിക്കുകയാണ് ഈ ഒരു വലിയ പാറ. വളരെ ഉയരത്തിലുള്ള ഈ പില്ലറിൽ ഒരു വലിയ പാറയാണ് ഇങ്ങനെ ചാരി നിൽക്കുന്നത്. ഒരിക്കലും ഈ ഒരു വലിയ പാറ പാലം നിർമ്മാണ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാകും. ഈ ഒരു വലിയ പാറക്കല്ല് അതിൻ്റെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു JCBക്ക് നിരക്കിപ്പോലും മാറ്റാൻ സാധിക്കാത്ത അത്രയും വലിപ്പത്തിലും വെയിറ്റിലും ഒക്കെയുള്ള ഒരു പാറ തന്നെയാണിത്. ഈ പാറ ഇവിടെ എത്തണമെങ്കിൽ ഇതുപോലെ നിവർത്തി ചാരി ഈ പില്ലറിൽ വയ്ക്കണമെങ്കിൽ ഒരു അപാര ശക്തി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൻ്റെ ശക്തി തന്നെയാണ്. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം, ഈ പരന്ന പാറ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നാൽ എത്ര കുത്തൊഴുക്ക് വന്നാലും അവിടെ തന്നെ കിടക്കുകയല്ലേ ഉള്ളൂ, അത്രമാത്രം വെയിറ്റ് ഇതിനുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇത് ഇവിടെ ഈ രീതിയിൽ ചാരി വച്ചതുപോലെ ഈ ഒരു പില്ലറിൽ മുകളിലേക്ക് നീളത്തിൽ തങ്ങി നിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അതാണ് വെള്ളത്തിൻ്റെ ഫോഴ്സ്. മഴക്കാലങ്ങളിൽ വളരെയധികം വെള്ളം പെരിയാറ്റിലൂടെ മാത്രമല്ല എല്ലാ പുഴയിലൂടെയും ഒഴുകിയെത്തുന്നുണ്ട്. കര കവിഞ്ഞ് ഒഴുകുന്നുമുണ്ട്. അപ്രകാരമുള്ള വെള്ളത്തിൻ്റെ അളക്കാനാവാത്ത ഫോഴ്സാണ് ഈ പാറ ഇങ്ങനെ ഇവിടെ ചാരി നിൽക്കുന്നതിൻ്റെ പിന്നിൽ. ഉരുൾപൊട്ടലിലും മറ്റും സ്ലൈഡ് ചെയ്ത് ഇതിലും വലിയ പാറകൾ വരാറുണ്ട്. പക്ഷേ അതെല്ലാം മണ്ണ് സ്ലൈഡ് ചെയ്ത് പോരുന്നത് കൊണ്ട്, തെന്നി മാറുന്നത് കൊണ്ട് മലയിൽ വെള്ളവും മണ്ണും കൂടി ഒരു ഗ്രീസി എഫക്റ്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇത് വെള്ളത്തിൻ്റെ ശക്തമായ കുത്തൊഴുക്കിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് ഈ പാറ ഇങ്ങനെ ചാരി നിൽക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ ആറ്, പുഴ എന്നിവയൊക്കെ ഒരിക്കലും ഗതിമാറി ഒഴുകാൻ അനുവദിച്ചുകൂടാ. നദികളിലെ ആഴം കുറഞ്ഞാൽ മഴക്കാലത്ത് പുഴ ഗതിമാറി ഒഴുകാൻ ഒരു പക്ഷേ കാരണമായേക്കാം. ഇത് നാട് നശിക്കാനിടയാകും. നദികളിലെ മണൽ വാരൽ തുടർന്നാൽ നദികളിൽ ആഴം കൂടുകയും അത് മഴക്കാലത്തെ അധിക വെള്ളം ഉൾക്കൊള്ളാൻ സഹായിക്കുകയും ചെയ്യും. പാലങ്ങളുടെ സമീപ പ്രദേശം മാത്രം ആഴമുണ്ടാകാതെ മണൽ വാരൽ നിരോധിച്ചുകൊണ്ട് സംരക്ഷിച്ചാൽ പോരെ. ഇങ്ങനെ നോക്കിയാൽ ഒരു സംശയം ബാക്കിയാണ്. ഒരാൾക്ക് മുങ്ങിച്ചെന്ന് മണൽ വാരാൻ കഴിയുന്നത്ര ആഴത്തിൽ നിന്നാണോ പാലത്തിൻ്റെ തൂണുകൾ തുടങ്ങിയിരിക്കുന്നത്? അതേപോലെ മണലിൻ്റെ മുകളിൽ നിന്നാണോ പില്ലർ നിർമ്മാണം ആരംഭിച്ചത്? പാറയിൽ ഉറപ്പിച്ചല്ലേ? ഇന്ന് നടക്കുന്ന നിർമ്മിതികളെല്ലാം ഒരുപക്ഷെ പാറമണലിൻ്റെ ഗുണനിലവാരക്കുറവ് കൊണ്ടും അതുതന്നെയുമല്ല പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലിൻ്റെ ആധിക്യം കൊണ്ടും കുറച്ച് കഴിയുമ്പോൾ ദ്രവിച്ച് പൊടിയുന്നതായി കാണാം. ഇത് പല വീടുകളുടെയും പ്ലാസ്റ്ററിങ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പെരിയാറും മറ്റ് പുഴകളും ഗതിമാറി ഒഴുകി നാശനഷ്ടം വിതച്ചത് നമ്മൾ മുൻകാലങ്ങളിൽ നേരിട്ട് കണ്ട നേരറിവാണ്. ഒരു വിഷയത്തിൽ ടെമ്പററിയായും പെർമനൻ്റായും സൊല്യൂഷൻ കണ്ടെത്താം. അത് എങ്ങനെ കണ്ടെത്തണമെന്നുള്ളത് നമ്മളാണ് നിശ്ചയിക്കുന്നത്. ഫലവും അതനുസരിച്ചായിരിക്കും. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്, ശരിയാകണമെന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുമല്ലോ. നമുക്ക് വീണ്ടും കാണാം മറ്റ് വീഡിയോകളുമായി. അതുവരെ ഗുഡ് ബൈ.